ഫ്യൂച്ചർ ടെൻസ് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പഠിക്കാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോർമാറ്റ് എന്താണ്? അതിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ഓഫ് ദ വേർബ്. എക്സാമ്പിൾ, ഐ വിൽ പ്ലേ ക്രിക്കറ്റ് ടുമാറോ. ഉണ്ടോ? ഐ സബ്ജക്റ്റ്, വിൽ പ്ലസ് പ്ലേ, പ്ലേയുടെ V1 പ്ലേ തന്നെയാണ്, പ്ലസ് ഒബ്ജക്റ്റ് ക്രിക്കറ്റ്. നമ്മൾ നാളെ കളിക്കുന്നു, ഐ വിൽ പ്ലേ ക്രിക്കറ്റ് ടുമാറോ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു എക്സ്പ്രസ് എൻ ആക്ഷൻ യെറ്റ് ടു ടേക്ക് പ്ലേസ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെൻസാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അടുത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. ഫ്യൂച്ചറിൽ നടന്നുകൊണ്ടിരിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം നോക്കാം. ഐ വിൽ ബി പ്ലേയിങ് ക്രിക്കറ്റ് നെക്സ്റ്റ് സൺഡേ ഈവനിങ്. അടുത്ത ഞായറാഴ്ച ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഈവനിങ്ങിൽ എന്ന് പറയാൻ സൂചിപ്പിക്കുന്നതിനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 ഓഫ് ദ വേർബ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? ഭാവിയിൽ കംപ്ലീറ്റ് ആകാൻ പോകുന്ന ഒരു കാര്യത്തെ സമയബന്ധിതമായിട്ട് പറയുന്നതിന് വേണ്ടിയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, ഹി വിൽ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ് വെൻ ഐ ഗോ ടു ദ ഗ്രൗണ്ട് ടുമാറോ. ഞാൻ നാളെ ഗ്രൗണ്ടിൽ ചെല്ലുമ്പോഴത്തിനും അവൻ ക്രിക്കറ്റ് കളി കഴിഞ്ഞിരിക്കും. ക്രിക്കറ്റ് കളി, ഹി വിൽ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിച്ച് കഴിഞ്ഞിരിക്കും നാളെ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തിനും. ഇത്തരത്തിൽ ഉള്ള സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നതിന് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിൻ്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഭാവിയിൽ ഒരു ആക്ഷൻ ഒരു നിശ്ചിത സമയത്തേക്ക് നടന്നിരിക്കും എന്ന് പറയാൻ വേണ്ടി ആ ഡ്യൂറേഷനും കൂടി ഉൾപ്പെടുത്തി പറയാൻ ഉപയോഗിക്കുന്ന ടെൻസാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഉദാഹരണം, ബൈ 5 PM ടുമോറോ ഐ വിൽ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 5 hours. നാളെ 5 മണി ആകുമ്പോഴത്തേനും ഞാൻ 5 മണിക്കൂർ ക്രിക്കറ്റ് കളിച്ചിരിക്കും എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇത് നിങ്ങൾ നന്നായിട്ട് എഴുതി വെച്ച് പഠിക്കണം. സംശയം ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ റീവൈൻഡ് ചെയ്ത് കേട്ടാൽ മതി. നിങ്ങൾക്കത് ഒന്നും കൂടെ ബാക്കിലോട്ട് ആക്കിയിട്ട് നിങ്ങളത് കേൾക്കുകയാണെങ്കിൽ വീണ്ടും അതിന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ഇടുക. 3 ടെൻസും നമ്മൾ നന്നായിട്ട് വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിക്കണം. OET IELTS പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ 3 ടെൻസും നന്നായിട്ട് പഠിക്കുക. കൃത്യമായിട്ട് എസ്സേകൾ ഉപയോഗിക്കുക. അതുപോലെ സ്പീക്കിംഗ് ചെയ്യുമ്പം ടെൻസ് കൃത്യം മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ അതിൽ ടെൻസ് ഒരു ഹാഡ് അല്ലെങ്കിൽ ഹാസ് ബീൻ ഒക്കെ കണ്ടു കഴിയുമ്പോൾ അത് വരയിട്ട് ആ സെൻറ്റൻസ് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് ടെൻസ് പഠിക്കുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ടെൻസ് പഠിക്കണം. ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിന് പോവുകയാണെങ്കിൽ നന്നായിട്ട് സ്പീക്കിങ് സംസാരിക്കണമെങ്കിൽ നമ്മൾ ടെൻസ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചാൽ മാത്രമേ സ്പീക്കിങ് നന്നാക്കാൻ പറ്റുള്ളൂ. അതുപോലെ റൈറ്റിംഗ് നന്നാക്കാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷിൻ്റെ ഏത് മേഖലകളിൽ എന്തൊക്കെ ചെയ്യണമെങ്കിലും ടെൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ 3 വീഡിയോയും നിങ്ങൾ കാണണം. ചിലപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ ഒരു ഇയർഫോൺ എടുത്ത് വെച്ച് കേട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കിൻ്റെ സമയത്ത് നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഇത് ഇടയ്ക്ക് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് എടുത്ത് കേട്ടുകൊണ്ടിരിക്കും.